ഹായ് ഗൈസ്, അപ്പോൾ യൂസർ ഇൻപുട്ട് ടാഗുകൾ നമ്മൾ നോക്കി. ഇനി ആ യൂസർ ഇൻപുട്ട് ടാഗുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക്കലി ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് HTML ഫോം എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഞാൻ ഫോം എന്നുള്ളൊരു ടാഗ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം എന്നുള്ള ടാഗിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് ആ ഫോമിന്റെ ഉള്ളിലുള്ള ഇൻപുട്സ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. സോ ഇവിടെ ഞാനൊരു സ്മോൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോമിന്റെ ഓപ്പണിംഗ് ടാഗ്, ഇതാണ് ക്ലോസിംഗ് ടാഗ്. അതിന്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാം അതിന്റെ എല്ലാ ഇൻപുട്ട് ടാഗുകളും ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഫോമിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവുക. ഈ ഫോം ആട്രിബ്യൂട്ടിനുള്ള മേജറായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ആക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോമിന്റെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വാലിഡേഷൻ ഒക്കെ തീർന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് ഈ സബ്മിറ്റ് ചെയ്ത ഡാറ്റ പോകേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് മെത്തേഡ് ത്രൂ എങ്ങനെയാണ് അത് ഷെയർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന സാധനമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് മെത്തേഡ് ഉണ്ട്, ഗെറ്റും പോസ്റ്റും. ഗെറ്റ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് അല്ലാത്ത, ഇപ്പൊ സീക്രട്ട് അല്ലാത്ത, ആര് കണ്ടാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള അങ്ങനത്തെ കുറച്ച് ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇപ്പം മേജറായിട്ട് എല്ലാ ഇപ്പൊ അങ്ങനെ നമുക്ക് ഇതൊക്കെ സെൻസിറ്റീവ് ആണ്, എല്ലാ ഡാറ്റാസും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലമാണ് ഇപ്പോൾ. സോ എല്ലാ ഡാറ്റാസും പൊതുവെ എല്ലാ സംഭവങ്ങളും നമ്മൾ പോസ്റ്റ് മെത്തേഡ് ത്രൂ ആണ് ഷെയർ ചെയ്യാറ്. പിന്നെ ഗെറ്റ് മെത്തേഡ് ത്രൂ ഷെയർ ചെയ്യുമ്പോൾ അത് URL ത്രൂ ആയിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ URL കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡാറ്റ എന്നുള്ളത്. പോസ്റ്റ് മെത്തേഡ് ത്രൂ ആകുമ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ട് അതിന്റെ ബോഡിയിലാണ് അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ അതാർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ട് സെപ്പറേറ്റ് പോർഷൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫീൽഡ് സെറ്റ് യൂസ് ചെയ്തിട്ട്. ഈ ഫീൽഡ് സെറ്റിന് ഫസ്റ്റ് പോർഷന് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എന്നും സെക്കൻഡ് പോർഷന് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്ലേസ് ഹോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ലേബലിൽ സ്ഥലം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ലേബലും കൂടി ക്രിയേറ്റ് ചെയ്ത് എക്സ്ട്രാ സ്പേസ് കളയണമെന്ന് വിചാരിച്ച് ആ ഇൻപുട്ട് എന്തിനാന്നുള്ളത് അതിന്റെ പ്ലേസ് ഹോൾഡർ തന്നെ കൊടുത്തു. അപ്പൊ ആ ഇൻപുട്ട് ടൈപ്പ് ചെയ്താൽ വരുന്ന പോർഷനിൽ തന്നെ ഒരു ടെക്സ്റ്റ് ആയിട്ട് അത് കാണിക്കും. അതാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. അത് ഇൻപുട്ട് ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ അത് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. ഈ ഫോം ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കോളേജ് XYZ കോളേജ് എന്നും, അതേപോലെ ഡിഗ്രി CS പെർസെൻറ്റേജ് 20% എന്നും, പേര് അഫീഫ്, അതേപോലെ text@gmail.com ഇമെയിലും, പാസ്വേഡ് 123 എന്നും കൊടുക്കാം. ഇനി ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിന്റെ ഈ ആക്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തത് അങ്ങോട്ട് ഇത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ സബ്മിറ്റ് എന്നുള്ള ബട്ടന്റെ ബിഹേവിയർ ഇതിൽ ഡിഫൈൻ ചെയ്ത ആക്ഷൻ എന്നുള്ള സ്പോട്ടിലോട്ട് ഇത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു ഡാറ്റ ഷെയർ ചെയ്യുന്നുള്ളതാണ്. ഇനി ഇതില് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജിമെയിൽ എന്നുള്ളത് ടെസ്റ്റ് നാക്കി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാം ഇതാണ് HTML ബേസിക് ആയിട്ടുള്ള ഇമെയിൽ വാലിഡേഷൻ. അപ്പൊ ടെക്സ്റ്റ് മാത്രം കൊടുത്തുകൊണ്ട് അത് ആ ഇമെയിൽ വാലിഡേഷൻ അത് അതിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ ഡിഫൈൻ ചെയ്തപ്പോൾ കാണാം ഇൻക്ലൂഡ്സ് ആണ് @in ഇമെയിൽ ടെസ്റ്റ് ഈസ് മിസ്സിംഗ് ആൻഡ് @form എന്നുള്ള സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാലിഡേഷൻസ് ഈ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി HTML ഇൻബിൽഡ് വാലിഡേഷൻസ് സെറ്റ് ആവും. ഇപ്പൊ ഇതിൽ നിങ്ങൾ മാക്സ്, ഇപ്പോൾ ഇതിൽ കൊടുക്കുന്ന മാക്സും മിനിമവും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്പറിൽ മാക്സും മിനിമവും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിനിമം മാക്സ് കൗണ്ടിന്റെ കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ ആ മിനിമം കൊടുത്ത കൗണ്ടിന് കുറവായിട്ടോ വരികയാണെങ്കിൽ വാലിഡേഷൻ എറർ കാണിക്കും HTML ഡീഫോൾട്ട് ആയിട്ട്. അപ്പൊ അതും ആ ഒരു ബിഹേവിയർ വേണമെന്നുണ്ടെങ്കിൽ ഫോം എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ റീസെറ്റ് എന്നുള്ള ബട്ടൺ, ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി എല്ലാ ഇൻപുട്സിലും എല്ലാ വാല്യൂസും റീസെറ്റ് ആവും. അത് പഴയ പോലെ തന്നെ റീസെറ്റ്, ആ വാല്യൂസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് റീസെറ്റ് ബട്ടണിന്റെ ഒരു പ്രോപ്പർട്ടി. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒക്കെ ഈ ബട്ടണിനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഫോമിന്റെ ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്താൽ അത് പോസിബിൾ ആവത്തുള്ളൂ. സോ ഇതാണ് ഈ ഫോമിന്റെ ഒരു ഉപകാരം. ഇതിന് മുകളിൽ നേരെ ടോപ്പിലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫോം ഏതാണോ ആ ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇൻപുട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ വർക്ക് ചെയ്യുക. പിന്നെ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ PHP-ലോട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പോസ്റ്റ് ഡാറ്റയിൽ ഇതിന് നെയിം വെച്ചിട്ടാണ് ഇതിന്റെ വാല്യൂസ് പോവുക. ഇപ്പൊ പോസ്റ്റ് ഡാറ്റന്റെ ഉള്ളിൽ ഇത് അപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് ലൈക് ഡിഗ്രി എന്താണ് ഇവിടെ കൊടുത്ത നെയിം, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഈക്വൽ ടു ഇവിടെ കൊടുത്ത വാല്യൂ വരും. അതേപോലെ കോളേജ് ഈക്വൽ ടു പറഞ്ഞാൽ ഇവിടെ കൊടുത്ത കോളേജിന്റെ വാല്യൂ വരും. പെർസെന്റേജ് ഈക്വൽ ടു ആണെങ്കിൽ പെർസെന്റേജിന്റെ വാല്യൂ വരും. അങ്ങനെയാണ് ഇത് വരുന്നുണ്ടാവുക. അപ്പൊ ഈ നെയിമിനും വലിയൊരു പ്രാധാന്യം ഈ ഫോമിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുമ്പോഴുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് ലെയർ കൂടി ഉണ്ട്. അത് നമുക്ക് JS വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.
സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീഡിയ ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ, ഓഡിയോ അങ്ങനത്തെ സാധനങ്ങൾ HTML യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ താങ്ക്സ്.